ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ തോളിലിട്ടിടുന്ന എന്റെ മോനെ അവന്റെ അച്ഛൻ ജീവിച്ചിരിക്കേ ആരെങ്കിലും കൈവച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമസ്കാരം. കയറി വന്നാട്ടെ. എന്റെ മോൻ ഇവിടെ അകത്തെ മുറിയിലുണ്ട്. വന്നാട്ടെ. എല്ലാവരും ഉണ്ടല്ലോ, വാ അകത്തേക്ക് വരൂ. ഇതറിഞ്ഞപ്പോ മുതല് ഒരു സമാധാനമില്ല. അതാ വിവരം അറിഞ്ഞപ്പോ തന്നെ ഇങ്ങോട്ട് പോരാന്ന് വെച്ചത്. അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനൊരു സംഭവം നടന്നപ്പോ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ. അതുകൊണ്ടാ കുറുപ്പ് സാറിനെ വിളിച്ചറിയിച്ചത്. വന്നാട്ടെ. വരൂ, അകത്തേക്ക് വരൂ. മോനെ, അയ്യോ മോനെ, എന്തൊക്കെയാ അമ്മ കാണുന്നേ? ആരാ എന്റെ മോനെ ഉപദ്രവിച്ചത്? അവൻ ഒരു കാലത്തും കൂടെ പഠിക്കാൻ പോകുന്നില്ല. അമ്മ വിഷമിക്കണ്ട. ചന്ദ്രു, ഇവർക്ക് ചായ എടുക്ക. ആരാടാ ഇത് ചെയ്തത്? എനിക്കറിയില്ല അച്ഛാ. ആളാരാണെന്ന് വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും ജഗന്റെ ഏറ്റവും അടുത്ത ആളുകളാണ് ഇതിന്റെ പിന്നിലെന്നുള്ള കാര്യം ഉറപ്പാ. ഇന്നലെ ജിതേന്ദ്രൻ ചേട്ടനും അച്ഛനും കൂടെ കടയിൽ പോയിരുന്നു അല്ലേ? അത് അല്ല, ഞങ്ങള് എന്താ വന്ദനയ്ക്ക്? ജഗനെ ഉപദ്രവിച്ചതിന്റെ പിന്നിൽ അവന്റെ അച്ഛനാണെന്ന് തോന്നലുണ്ടോ നിനക്ക്? ചോദിച്ചേ കേട്ടില്ലേ? ഞാനാണ് ജഗനെ ഉപദ്രവിച്ചതെന്ന് അവന്റെ ഭാര്യ നിനക്ക് തോന്നുന്നുണ്ടോന്ന്? ഇല്ല. ജഗന്റെ അച്ഛന്റെ എക്കാലത്തെയും ദൗർബല്യം ഇളയ മകൻ ജഗനാണെന്ന് ജഗന്റെ ഭാര്യയെ എനിക്ക് നന്നായിട്ടറിയാം. ജഗൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാ അതിന്റെ ഉത്തരം വന്ദന എന്നല്ല, കരുണാകരക്കുറുപ്പ് എന്ന. പതിയെ നീ തട്ടുകട നടത്തുന്നത് അച്ഛനെ എനിക്ക് നാണക്കേട് തന്നെയാ. അന്ന് വർക്ക്ഷോപ്പ് ജോലി ചെയ്തപ്പോഴും എന്റെ നിലപാട് തന്നെയായിരുന്നു. എന്നുവെച്ച് എന്റെ മോനെ എനിക്കിഷ്ടമല്ല എന്നൊരർത്ഥം അതിനില്ല. ഞാൻ തോളിലിട്ടിടുന്ന എന്റെ മോനെ അവന്റെ അച്ഛൻ ജീവിച്ചിരിക്കേ ആരെങ്കിലും കൈവച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് കല്ലുമുള്ളും ചവിട്ടിയാ ഞാനിവിടെ വരെ എത്തിയത്. ശബരിമലയ്ക്ക് പോക്കും ഇതുമായിട്ട് എന്താ ബന്ധം? മാധവേട്ടാ, ചായ എടുത്തു വെച്ചിട്ടുണ്ട്. വന്നാട്ടെ, ചായ കുടിക്കാം. വേണ്ട. അത് പറഞ്ഞാ പറ്റില്ല. വന്നേ, വാ. ജിതേന്ദ്ര വന്നേ.
എന്തൊക്കെയായിരുന്നു മൈലാപ്പൂർ കണ്ണാടി മലപ്പുറം കത്തി. ഇവൻ ഏറ്റപ്പോഴേ എനിക്കറിയാം അത് പൊളിഞ്ഞടുങ്ങുമെന്നു. നിന്റെ സ്ഥാനത്ത് ഈ വസന്തി ആയിരുന്നെങ്കിലേ നീ അങ്ങോട്ട് മറിച്ചേനെ. ഒന്നടങ്ങടി. എല്ലാം കൊണ്ട് തൊലച്ചു കളഞ്ഞിട്ട് ന്യായം പറയുന്നവരുടെ മുകളിൽ കുതിര കയറിയിട്ട് ഒരു കാര്യവുമില്ല. വെറുതെ നിന്ന് തള്ളു പറയുന്ന പോലെ അല്ല കാര്യങ്ങള്. ഹരിതേ വേണ്ട. ഒന്നാമത് ഞാൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക. എത്ര നല്ല തിരക്കഥയാണെങ്കിലും നട നല്ലതല്ലെങ്കിലേ 8 നിലയിൽ പൊട്ട് തന്നെ ചെയ്യും. ദേ, നീ സൂക്ഷിച്ച് സംസാരിക്കണം. മനോജെ, ഇങ്ങനെ പറഞ്ഞു വിട്ടെ. നല്ലൊരു അവസരം കൊടുത്തിട്ട് കളഞ്ഞു കുളിച്ചിട്ട് നിന്ന് പ്രസംഗിക്കുന്നോ? ഹരിത നീ ഒന്ന് അടങ്ങ്. ഡാ, നിന്റെ അച്ഛി പറയുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങള്. മീനാക്ഷിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് ഇവള് കെട്ടിയെഴുന്നള്ളിച്ച ഒരു വേട്ടാവളിയനുണ്ടല്ലോ, അവനെ 10 വയസ്സേക്ക് കൊള്ളില്ല. അപ്പൊ പിന്നെ പ്രകാശനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള തറ പരിപാടിക്ക് ഇറങ്ങുമ്പം അതൊന്നാം തരം ഫ്രോഡ് തന്നെ ആയിരിക്കണം. അല്ലെങ്കിലേ സംഗതി കൈവിട്ടു പോവും. ഹരിത ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒന്നാം തരം ഫ്രോഡിനെ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കില് പുറത്തുനിന്ന് വന്ന ഫ്രോഡിനേക്കാൾ വലിയൊരു ഫ്രോഡ് വന്ന് സംഗതി പൊളിച്ചു കളഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി. മനസ്സിലായില്ല. മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. ഈ നാട്ടിലെ ഏറ്റവും വലിയ ഫ്രോഡാണല്ലോ നിന്റെ അച്ഛൻ കരുണാകരക്കുറുപ്പ്. അയാളുടെ മോനാണ് ജഗൻ. ഇത് പൊളിച്ചടക്കിയതേ അവനാ. മാനത്തെ കൊട്ടാരം